അപ്പൊ ഗൈസ് നമ്മ രാവിലെ തന്നെ കരാട്ടക്ക് പോക്കായി. നമ്മള് പോയ ഇതാ കുറ്റിക്കാലെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഡ്രൈവറ് അപ്പൊ രാമ ബക്കളത്തെത്തി. പുതിയ റോഡ് പണിയെടുക്കുന്ന റോഡ് പണിയെടുക്കും. ഇവിടേക്ക് ആളുണ്ട് കേട്ടാ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാ പുതിയ റോഡൊക്കെ ആയി, ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇന്ന് ഏകദേശം ആകണം. നമ്മൾ ധർമ്മശാല മാറിയതൊന്നും കാണിച്ചിട്ടില്ല. ധർമ്മശാല മാറിയിട്ടുണ്ട്. റോഡ് ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ മോൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് യാത്രയിലാണ് കേട്ടോ. രാവിലെ തന്നെ 7:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അത് KB അതിന്റെ കണ്ണൂർ ജില്ലാ കരാട്ടേന്റെ ഖത്ത കുമിത്തേന്റെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. കാട്ടാമ്പള്ളിയിലാട്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോനും അതുപോലെ തന്നെ ഇത്താത്താന്റെ 2 മക്കളും പങ്കെടുക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പിന്. 3 പേരും കുമിത്തക്ക് വേണ്ടിയിട്ടാട്ടോ, ഫൈറ്റിന് വേണ്ടിയിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത്. 8 മണിയാകുമ്പോഴേക്ക് അവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 കേട്ടോ ഞങ്ങള് വിട്ടത്. അപ്പോ ധർമ്മശാല കഴിഞ്ഞ് ഇപ്പൊ മാങ്ങാട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പൊ അതില് വഴിയോര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഓടുന്നത് സർവീസ് റോഡിലൂടെയാണ്. പണി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡിന്റെയൊക്കെ. അപ്പോൾ സർവീസ് റോഡിൽ ഓടിക്കുവാണെങ്കിൽ ഒരു കുറച്ച് വലിയ വണ്ടി വരുവാണെങ്കിൽ, ബസ്സോ അതോ ലോറി അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ബാക്കിലത്തെ വണ്ടികൾ പെട്ടിരിക്കും. കാരണം ബാക്കിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് പോകേണ്ട അവസ്ഥയിലാണ് കേട്ടോ ഈ റോഡിലൂടെ. ഇപ്പോൾ ചില സ്ഥലത്ത് നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോ GMV സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഖത്ത കുമിത്ത നടക്കുന്ന ഹാള്. ഇതാണ് സ്കൂള്. അപ്പൊ അവിടെ അവർ രജിസ്ട്രേഷനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ സാറ് കേട്ടോ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സാറ്. അപ്പൊ അവര് അതിന്റെ ചെസ് നമ്പറും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള അതിന്റെ എന്താ പറയാ ഓർഗനൈസേഷനൊക്കെ കൂടിയിട്ട് അവർക്ക് എന്തൊക്കെ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവരെ ജഡ്ജസിനും അവർക്കൊക്കെ. പിന്നെ എല്ലാ കുട്ടികളും ഫസ്റ്റ് ടൈമാണ്, മിക്ക കുട്ടികളും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാര്യത്തിന് എന്താ പറയാ കത്തക്കും കുമിത്തക്കൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ടെൻഷൻ എന്തായാലും കുട്ടികൾക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് അറിയുന്നില്ലല്ലോ അവർക്ക്. ചാമ്പ്യൻഷിപ്പിൽ എന്തൊക്കെയാണ് വരിക അങ്ങനെയുള്ള ഒന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ചെറിയ കുട്ടികളെ കത്തയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള കാര്യം, ചെറിയ കുട്ടികളെ കുമിത്ത കേട്ടോ, ഫൈറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ചെറിയ കുട്ടികളെ ഫൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറച്ച് കാണാം. ഈ ഒരു
ഹാളിൽ തന്നെ 3 കാര്യങ്ങളാട്ടോ ഒരുമിച്ച് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ആൺകുട്ടികളെ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ പെൺകുട്ടികളെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് അവർക്കുള്ള ട്രോഫിയും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് കഴിക്കാനായിരുന്നു അവർ പ്ലാന്. പക്ഷെ തീരുമ്പോഴേക്ക് ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 7 മണിയിൽ അധികം ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം തീരുമ്പോഴേക്ക്. കാരണം ഓരോ കുട്ടികളും ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും കൂടി ഫുഡ് ഇവിടെ ഉണ്ട്. കാണുന്നില്ല, അപ്പുറത്തെ പെൺകുട്ടികളും ഇപ്പുറത്തെ ആൺകുട്ടികളതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്ന് മോനാട്ടോ, മോനും പിന്നെ അതിൻ്റെ ആളാണ്. മോൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിക്കെന്ന് വെച്ചാൽ 20 വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാട്ടോ. ഇവരെ വയസ്സും വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കുട്ടികളും സെലക്ട് ചെയ്യുക. അപ്പോൾ മോന് 20 കുറവാണ് വെയിറ്റ് ഉള്ളത്. പിന്നെ 7 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടികളാണ് അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റിന് വിളിച്ചു. കാരണം വെയിറ്റ് കുറവായതുകൊണ്ട് അതിനനുസരിച്ചായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ കുട്ടികളെ ഫസ്റ്റ് ചെയ്യാന്നുള്ളതിൽ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാണ്. അകത്താണെങ്കിൽ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാസ്റ്ററാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. കുറേ വൈകി, നമ്മൾ തീരുന്നവരെ കാത്തിരുന്നില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ പോവാണ്. എല്ലാവരെയും നന്ദി, താങ്ക് യു.